ഗുരുവായൂർ നഗരസഭ ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന ഹരിതചട്ടങ്ങൾ പാലിച്ച് പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ച് തന്നെ ചെയ്യുവാൻ വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ബക്കറ്റുകൾ കൊടുക്കുന്നതിന് പകരമായി, അതായത് ബയോവേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നതിന് ബക്കറ്റുകൾ കൊടുക്കുന്നതിന് പകരമായി നമ്മൾ ചെടിച്ചട്ടി ഇനോക്കുലം ഫില്ല് ചെയ്ത ചെടിച്ചട്ടികളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ചെടിച്ചട്ടികളിൽ ചെടി നട്ട് അത് റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ടൗൺ ഹാളിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ടൗണിലേക്കും റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീൽ കപ്പുകളും പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ സഹകരണത്തോടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ നേതൃത്വത്തോടെ നമുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളവരാണ്. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ഗുരുവായൂർ നഗരസഭ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ എല്ലാ കന്നി വോട്ടർമാർക്കും ഒരു മരത്തൈ നൽകിക്കൊണ്ട് ഭൂമിയെ ഹരിതാഭമാക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ സീനിയർ വോട്ടർമാർക്ക്, എല്ലാ ബൂത്തിലെത്തുന്ന സീനിയർ വോട്ടർമാർക്കും മരം നൽകുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുമ്പേ സെക്രട്ടറി പറഞ്ഞതുപോലെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് ചെടിച്ചട്ടി നൽകിക്കൊണ്ട്, ചെടിച്ചട്ടിയിൽ അതിനെ ഒരു ചെടിയാക്കിക്കൊണ്ട് ആ ജൈവമാലിന്യത്തെ ഒരു ചെടി വളരുന്ന രീതിയിലാക്കിക്കൊണ്ട് ഉള്ള രീതിയിലേക്ക് പുതിയൊരു സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെ ഒട്ടും മാലിന്യം ഇല്ലാത്ത രീതിയിൽ ഏറ്റവും അളവ് കുറയ്ക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഗുരുവായൂർ നഗരസഭ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വളരെ ആത്മാർത്ഥതയോടെ, വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. 2015 തദ്ദേശ ഇലക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തദ്ദേശ ഇലക്ഷൻ നടത്തണമെന്നുള്ള ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ നഗരസഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കിയോസ്ക് പിന്നീട് പുനരുപയോഗ സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ സ്ഥിരം സംവിധാനമായി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഈ കാണുന്ന ഷെഡ് മുഴുവൻ നട്ട് ബോൾട്ടുകൾ അഴിച്ചു മാറ്റിയാൽ നമുക്ക് പിന്നീട് പുനരുപയോഗം സാധ്യമാകുന്ന രീതിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെമോ വോട്ടിംഗ് മെഷീൻ, ബാലറ്റ് യൂണിറ്റ് തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് വൃത്തിയിലേക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കാനും പരമാവധി പുനരുപയോഗ സാധ്യമല്ലാത്ത വസ്തുക്കളെ പുറത്തു നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ വിരലിൽ പരട്ടുന്ന മഷി ഉപയോഗിക്കുന്ന, നേരത്തെ മുൻകാലങ്ങളിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ കപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇപ്രാവശ്യം അത് മാറ്റിയിട്ട് നമ്മൾ പൂർണ്ണമായും സ്റ്റെയിൻലെസ് നിർമ്മിതമായ പുനരുപയോഗ സാധ്യമാകുന്ന വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യത്തോട് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും നല്ല തിരഞ്ഞെടുപ്പ് കാലം ആശംസിക്കുന്നു.